കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി. മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. തീരുമാനം സംസ്ഥാന സർക്കാർ ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. 18 വർഷത്തെ പോരാട്ടത്തിന്റെ വിജയമാണ് സർക്കാരിന്റെ തീരുമാനമെന്ന് കൊല്ലത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് കടകംപള്ളി മനോജ് അഭിപ്രായപ്പെട്ടു. 18 വർഷത്തെ പോരാട്ടത്തിന്റെ ഒരു വിജയമാണ് ഇന്നലെ സർക്കാരിന്റെ തീരുമാനം. 2008 മുതൽ ഞാൻ ഇവിടുത്തെ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാരിന്റെ എല്ലാ ഏജൻസികൾക്കും പരാതി കൊടുക്കുകയും സർക്കാരിന്റെ തന്നെ വിവിധ ഏജൻസികളായ ധനകാര്യ വകുപ്പ്, വ്യവസായ വകുപ്പ്, നിയമസഭാ സമിതി, വിജിലൻസ്, CNDAG, എക്സ്പെർട്ട് കമ്മിറ്റി, അവസാനം CBI, അങ്ങനെ 7 ഏജൻസികൾ അന്വേഷണം നടത്തി കണ്ടെത്തിയ അഴിമതിയാണ്. 2020 സർക്കാരിന് പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നതിന് അനുമതിക്ക് വേണ്ടി CBI അപേക്ഷ നൽകിയെങ്കിലും സർക്കാർ അനുമതി നിഷേധിക്കുകയാണ് ചെയ്തത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും S ശാലിനിയും കൊല്ലത്ത് നിന്ന് M മനോജും ചേരുന്നു. ആദ്യം ശാലിനിയിലേക്ക്. ശാലിനി, കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ INTUC സംസ്ഥാന അധ്യക്ഷൻ ആർ ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതി കിട്ടിയിരിക്കുകയാണ്. മുൻ MD രതീഷിനെയും പ്രോസിക്യൂട്ട് ചെയ്യും. എന്തായാലും ഇതൊരു വലിയ വിജയമായാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ കാണുന്നതല്ലേ? രോഹിണി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. നിർണായകമായിട്ടുള്ളൊരു നടപടിയാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രി വൈകിയാണ് UDF സർക്കാർ ഈ കേസിൽ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള ഔദ്യോഗിക അറിയിപ്പ്, തീരുമാനം പുറത്തേക്ക് വരുന്നത്. ഇന്ന് തന്നെ ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കുമെന്നുള്ളതാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നത്. INTUCയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ, ഒപ്പം തന്നെ മുൻ MD, കോർപ്പറേഷന്റെ മുൻ MD കൂടിയായ രതീഷ് അടക്കം 3 പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഔദ്യോഗികമായി ഇന്ന് കോടതിയിലേക്ക് ഇത് എത്തുകയും ചെയ്യുകയാണ്. വർഷങ്ങൾ നീണ്ട ഒരു നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടത്തിന് ഒടുവിൽ വിജയം കൈവരിച്ചു എന്നുള്ളതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തുടക്കം മുതൽ തന്നെ നിയമ വഴികളിലൂടെ എല്ലാ നിയമ സാധ്യതകളും നോക്കിക്കൊണ്ട് മുന്നോട്ട് പോയ കടകംപള്ളി മനോജ് ഈ വാർത്തയോട് പ്രതികരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2012-15 കാലഘട്ടങ്ങളിലൊക്കെ നടന്ന ഒരു വലിയ ക്രൈമാണ്. 2006 മുതൽ 15 വരെ നടന്ന ഒരു വലിയ അഴിമതി, അതായത് തോട്ടണ്ടി വിദേശത്ത് നിന്നടക്കം കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യുന്നതും ഒപ്പം തന്നെ അതിന്റെ സംസ്കരണവുമായി ബന്ധപ്പെട്ട് അതിൽ കൃത്യമായ ഇടപെടൽ അന്നത്തെ കോർപ്പറേഷന്റെ ചെയർമാനും ഒപ്പം തന്നെ MD അടക്കമുള്ളവർ നടത്തിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഈ പരാതി. 1400 കോടിയുടെ തോട്ടണ്ടി പുറത്തുനിന്ന് കശുവണ്ടി 2006-12 കാലയളവിൽ കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്തപ്പോൾ അതിൽ ഏകദേശം 500 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു അന്ന് കണ്ടെത്തൽ ഉണ്ടായത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഗുണനിലവാരം കുറഞ്ഞ തോട്ടണ്ടി ഇത്തരത്തിൽ ഉയർന്ന വിലയ്ക്ക് വാങ്ങിയതിലൂടെ കോർപ്പറേഷന് വലിയ നഷ്ടം, സാമ്പത്തിക നഷ്ടം ഈ ഭരണസമിതി അംഗങ്ങൾ വരുത്തിവെച്ചു എന്നുള്ളതായിരുന്നു പരാതിയായി ഉയർന്നത്. കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അടക്കമുള്ളവരെ വഞ്ചിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തിയത് എന്നുള്ളതാണ് അന്ന് പരാതിയായി ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ പരാതി CBI അടക്കമുള്ളവരുടെ മുൻപിലേക്ക് എത്തിയത്. പക്ഷേ കഴിഞ്ഞ കാലങ്ങളിൽ ഈ പലതവണ ഈ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യണം എന്നുള്ള ആവശ്യം CBI അടക്കമുള്ളവർ മുന്നോട്ട് വെച്ചിരുന്നു. പക്ഷേ അന്നൊക്കെ കഴിഞ്ഞ 10 വർഷം ഭരിച്ചിരുന്ന ഇടത് സർക്കാർ 3 തവണയാണ് ഈ തീരുമാനം നടപ്പിലാക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് അറിയിച്ചത്. കഴിഞ്ഞ ദിവസവും ഇതുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേഷനുകൾ വന്നപ്പോൾ ആർ ചന്ദ്രശേഖരൻ പ്രതികരിച്ചത് തൻ്റെ ഭാഗം ക്ലിയർ ആണ്, താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യവും അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒടുവിൽ VD സതീശൻ സർക്കാർ അതിന് ഔദ്യോഗികമായി അനുമതി നൽകിയിരിക്കുകയാണ്. 3 പ്രതികളെയും, മൂന്നാമത്തെ പ്രതി എന്നുള്ളത് ഈ JMJ ട്രേഡേഴ്സിന്റെ സ്ഥാപന മേധാവിയാണ്. ആ സ്ഥാപന മേധാവിയെ കൂടി പ്രോസിക്യൂട്ട് ചെയ്യാനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഔദ്യോഗികമായി തീരുമാനം ഇന്ന് ഹൈക്കോടതിയെ അറിയിക്കും. തുടർ നടപടികൾ ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലും കീഴിലുമായിരിക്കും നടക്കുക. അങ്ങനെയെങ്കിൽ കടുത്ത നടപടികളിലേക്ക് 3 പേർക്കും നേരിടേണ്ടി വരും എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും കോർപ്പറേഷൻ മുൻ ചെയർമാൻ ആർ ചന്ദ്രശേഖരൻ, മുൻ MD K രതീഷ്, JMJ ട്രേഡേഴ്സ് ഉടമ ജെയ്മോൻ ജോസഫ് എന്നിവരാണ് കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ. എന്തായാലും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വിജിലൻസും പിന്നീട് 2015 CBIയും കേസ് അന്വേഷിച്ചിരുന്നു. അതിലെ CBIയുടെ കണ്ടെത്തലുകളാണ് ഇവരെ പ്രതിപട്ടികയിലേക്ക് കൃത്യമായി ഉറപ്പിക്കുന്ന കണ്ടെത്തലുകൾ നടത്തിയത്. അന്വേഷണത്തിൽ കോർപ്പറേഷന് കോടികളുടെ നഷ്ടം സംഭവിച്ചതായി CBI കണ്ടെത്തുകയും
2020 ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പ്രതികളെ വിചാരണ ചെയ്യുന്നതിനുള്ള ഔദ്യോഗിക പ്രോസിക്യൂഷൻ നടപടികൾ അതുമായി ബന്ധപ്പെട്ട് കാലതാമസം വന്നതോടുകൂടിയാണ് ഈ കേസ് ഇത്രയധികം നീണ്ടുപോയിരുന്നാലും അതിനിപ്പോൾ സർക്കാർ കൂടി അനുമതി നൽകിയതോടുകൂടി മറ്റ് നടപടികൾ CBI വേഗത്തിലാക്കും. എന്തായാലും R ചന്ദ്രശേഖരൻ അടക്കമുള്ളവർക്ക് കുരുക്കുമുറുകുന്നതാണ് ഈ നടപടി എന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് INTUC-യുടെ ഒരു സംസ്ഥാന നേതാവാണ്. INTUC-യുടെ ബൈലോ പ്രകാരം ഇത്തരത്തിലൊരു പ്രോസിക്യൂഷൻ നടപടിയോ കേസോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ സ്ഥാനത്ത് തുടരാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവരുടെ ബൈലോ പറയുന്നത്. അങ്ങനെയെങ്കിൽ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനവും R ചന്ദ്രശേഖരന് നഷ്ടമാകും. എന്തായാലും കടുത്ത നടപടികൾ നേരിടേണ്ടി വരും. കൈകൾ ശുദ്ധമെന്ന് പറഞ്ഞ R ചന്ദ്രശേഖരന് കുറുക്കുമുറുകുന്ന കാഴ്ചയാണ്. അവരുടെ തന്നെ ഭരണകർത്താക്കൾ ഭരിക്കുമ്പോൾ ഔദ്യോഗികമായി VD സതീശൻ സർക്കാർ നൽകിയിട്ടുള്ള ഈ അനുമതിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും പല ഘട്ടങ്ങളിൽ പ്രതീക്ഷ വെച്ചിരുന്ന R ചന്ദ്രശേഖരന് സ്വന്തം പാർട്ടി തന്നെ കൈവിട്ട കാഴ്ചയാണ് ഈ അനുമതി നൽകിയതിലൂടെ കാണാൻ സാധിക്കുന്നത്. രോഹിണി. ശരി ശാലിനി, കൊല്ലത്തു നിന്നും M മനോജും ചേരുന്നുണ്ട്. മനോജ്, R ചന്ദ്രശേഖരൻ അടക്കമുള്ള പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിയാണ്. വലിയ രീതിയിൽ രാഷ്ട്രീയ സംരക്ഷണം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും ഇനിയിപ്പോൾ ഈ നിയമ പോരാട്ടം നടത്തിയവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ വിജയമാണല്ലേ? തീർച്ചയായും 18 വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ് ഹർജിക്കാരൻ പറയുന്നത്. കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. 2006 മുതൽ നടന്നിരുന്ന ഈ ഒരു അഴിമതി, അതായത് പുറത്തുനിന്നും ഈ കശുവണ്ടി ഇറക്കുമതി ചെയ്യുന്നതിലും ഈ തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ ഈ സംസ്കരണത്തിനായി ഇറക്കുമതി ചെയ്തതിലുമൊക്കെ 1400 കോടിയുടെ ഇറക്കുമതിയിൽ 500 കോടിയോളം അഴിമതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. 2015 CBI ഈ കേസ് അന്വേഷിക്കുന്നത്. അതിനുശേഷം 2020 കുറ്റപത്രം സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതികളെ പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി തേടിയപ്പോൾ 3 തവണ കഴിഞ്ഞ സർക്കാർ ഈ അനുമതി നിഷേധിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ UDF സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു തീരുമാനമുണ്ടായിട്ടുള്ളത്. അത് സ്വാഭാവികമായും ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. അതോടൊപ്പം തന്നെ വലിയ വിജയകരമായിട്ടുള്ള ഒരു തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായതെന്ന് ഹർജിക്കാരൻ പറയുന്നുണ്ട്. അതേസമയം തന്നെ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള R ചന്ദ്രശേഖരൻ, അതോടൊപ്പം തന്നെ MD ആയിരുന്ന KA രതീഷ്, ഈ സ്ഥാപന ഉടമ, ഇത്രയും പേർക്കെതിരെയാണ് ഈ കേസുള്ളത്. ഇവരെ ഉടനെ തന്നെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട മറ്റ് നടപടിക്രമങ്ങളിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ INTUC-യുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നും അതൊരു സംഘടനാ നടപടി ഉണ്ടാകും R ചന്ദ്രശേഖരനെതിരെ. അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. എന്തായാലും സർക്കാർ ഇത് കോടതിയെ അറിയിക്കുന്നതോടുകൂടിയാണ് മറ്റ് നടപടികളിലേക്ക് കടക്കുക. എന്തായാലും ഹർജിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ നിയമ പോരാട്ടം അത് വർഷങ്ങളായി തുടരുകയാണ്. വിവിധ വകുപ്പുകൾക്ക്, വിവിധ ഏജൻസികൾക്ക് ഈ പരാതി കൊടുത്തിരുന്നു. വിവിധ ഏജൻസികൾ അന്വേഷിച്ചിരുന്നു. ഒടുവിലാണ് CBI-യുടെ അന്വേഷണത്തിൽ ഈ പ്രതികൾക്കെതിരെ ശക്തമായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നത്. അതുകൂടി ചേർത്താണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ 3 പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യുവാനുള്ള അനുമതി സർക്കാർ നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇനി ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാകും കടക്കുക.